ഞാൻ ആദ്യം കഥയായിട്ട് ലാലേട്ടനോട് പറയുകയുണ്ടായി. അതിനുശേഷം സ്ക്രിപ്റ്റായിട്ട് എഴുതി ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്തു. സ്ക്രിപ്റ്റ് വായിക്കില്ല, ലാലേട്ടനോട് അത് ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്തു. അങ്ങനെയാണ് അത് ചെയ്യാൻ തീരുമാനിക്കുക. പലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ തരുണിൻ്റെ അടുത്ത് ഞാനുണ്ടാവും. ചിലപ്പോൾ മോണിറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതിൽ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ചില സീനുകൾ അതൊക്കെ ലാലേട്ടൻ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അത് ചിലപ്പോൾ ഞാനോ തരുണോ മനസ്സിൽ കണ്ടതിന് മേലേക്ക് ലാലേട്ടൻ അതിനെ കൊണ്ടുവന്ന് കാണുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അവരിത്ര ലെജൻഡറി ആയിട്ടുള്ള ഇത്രയും വലിയ ആർട്ടിസ്റ്റ് അവർ ഷൂട്ട് സമയത്തൊക്കെ കാരവാൻ ഉണ്ടാവും. ചിലപ്പോൾ നൈറ്റൊക്കെ ഫുൾ നൈറ്റൊക്കെ പോകുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് കാരവാൻ ഉണ്ടാവും. പക്ഷെ അവരൊന്നും അവിടെ കിടക്കില്ല. ചിലപ്പോൾ ഷൂട്ട് നടക്കുന്ന വീടിൻ്റെ അകത്ത് ഒരു ബെഞ്ചിൽ അവർ രാത്രി കിടന്നുറങ്ങി ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമുക്കപ്പം ശ്രീ KR സുനിൽ തുടരും എന്ന സിനിമയുടെ റൈറ്ററാണ്. അതുകൂടാതെ ഡോക്യുമെൻ്ററി ഫോട്ടോഗ്രാഫറാണ്. കുറേ ഉണ്ട് ചരിത്രം പറയാനല്ലേ. സിനിമ ആദ്യമാണല്ലോ തുടരും. അതൊരു മോഹൻലാൽ സിനിമ. ട്രെയിലർ കാണുമ്പോൾ അതിൻ്റെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഒരു കളറൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് എന്താണ് സിനിമ എന്നുള്ളത്. ഈ സ്പോയിലറൊന്നും ഇല്ലാണ്ട് പറയാൻ പറ്റുന്ന എന്താ? അല്ല, അത് സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല വഴിത്തിരിവുകളും ഈ സിനിമയ്ക്കുണ്ട്. അത്തരം ഒരു വഴിത്തിരിവാണ് അത് എൻ്റെ ഉള്ളത്. അതിൽ കൂടുതൽ ഇപ്പോൾ ഈ സമയത്ത് റിവീൽ ചെയ്യാൻ പറ്റില്ല. ഈ അതിപ്പോൾ ട്രെയിലർ നമ്മൾ മോഹൻലാൽ പറഞ്ഞല്ലോ ദൃശ്യമായിട്ടൊക്കെ കമ്പയർ ചെയ്തപ്പം പിന്നെ ട്രെയിലർ കാണുമ്പം അതാണ് കുറച്ചും കൂടെ ആകാംക്ഷ കൂടുന്നത്. ഇത് എന്തിലേക്കായിരിക്കും ചെന്ന് നിൽക്കുക എന്നൊക്കെ ഉള്ള തരത്തിൽ. പക്ഷെ ദൃശ്യമായിട്ടൊരു കമ്പാരിസൻ്റെ ആവശ്യമില്ല അല്ലേ? ഒട്ടും ആവശ്യമില്ല. എന്ന് വെച്ചാൽ ലാലേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഫാമിലി, ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം ഇതൊരു ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറുമായിട്ട്, ഈ ഫാമിലി പോലെ തന്നെ കാറുമായിട്ട് കുറച്ച് അറ്റാച്ച്ഡ് ആണ്, ഒരു ഒബ്സഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഈ കാറും ഒരു മേജർ പാർട്ട് സിനിമയിൽ ഉണ്ടായിരിക്കും അല്ലേ? അതെ അതെ. ഇങ്ങനൊരു അംബാസഡർ പണ്ട് മോഹൻലാൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ആണോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സെയിം നമ്പറാ? സെയിം നമ്പർ അല്ല. അദ്ദേഹത്തിനോട് ഞാൻ ഈ കഥ ആദ്യമായിട്ട് പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം നമ്മൾ പ്രൊഡ്യൂസർ രഞ്ജിത്തേട്ടനോട് വിളിച്ച് പറഞ്ഞു, ഈ കാറ് ഷൂട്ട് സമയത്ത് നമുക്ക് മറ്റേ അന്വേഷിക്കണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിയുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ല അല്ല, അത് കുറേ നാൾ മുമ്പാണ് ഞാൻ ലാലേട്ടനോട് ഈ കഥ പറഞ്ഞത്. അന്ന് അദ്ദേഹം അങ്ങനെ ഒരു കാർ ഉണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ കാർ കിട്ടിയില്ല. അല്ല, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു. പിന്നെ എന്തായാലും ഷൂട്ട് സമയത്ത് ഒരു കാർ പോരാ, 1-2 കാറുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് മറ്റുള്ള പല സ്ഥലങ്ങളിലും അത് പോണ്ടി വരും. അപ്പോൾ ലാലേട്ടനെ പോലെ വളരെ കരുതലോടെ സൂക്ഷിച്ചേക്കുന്ന ആ കാർ കൊണ്ട് നമുക്ക് ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കാർ കണ്ടു വന്നിട്ട് ഇല്ല, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പലപ്പോഴും കണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ആദ്യം പറയുന്ന എത്ര വർഷം മുമ്പാ? കുറച്ചധികം വർഷങ്ങൾ മുമ്പാണ്. അതിനുശേഷമുള്ളൊരു കുറച്ചൊരു ജേണി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കഥ ഇവോൾവ് ചെയ്തോണ്ടിരുന്നു. എന്നാലും ഏകദേശം ഒരു 5-6 വർഷമൊക്കെ ആയോ? അതിന് മുകളിലായി. ഓക്കെ, എന്നിട്ട് ഇന്നത്തെ കാലത്തേക്കാണല്ലോ സിനിമ ഇറങ്ങുന്നത്. ആ രീതിയിലുള്ള അപ്ഡേറ്റും ഉണ്ട്. എന്ന് വെച്ചാൽ തരുണായിട്ട് ഞാൻ ചേർന്നതിന് ശേഷം ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് റീവർക്ക് ചെയ്യേണ്ടായിരുന്നു. പുതിയ കാലത്തെ സിനിമയായിട്ട് അതിൻ്റെ പുതിയ ചേരുവകളൊക്കെ ചേർത്ത് സ്വാഭാവികമായിട്ടും ആ കഥ ആവശ്യപ്പെടുന്ന മാറ്റങ്ങളിലൂടെ ഈ സ്ക്രിപ്റ്റും സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഓക്കെ, ബേസിക് ത്രെഡ് നിലനിർത്തിയിട്ട് ഉള്ള മാറ്റങ്ങൾ, ബേസിക് കഥ തന്നെ നിലനിർത്തിയിട്ട് അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റിലെ പല ഇമോഷൻസും പല സീനുകളും നിലനിർത്തിയിട്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് പുതിയ രീതിയിൽ തന്നെ റീവർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ തരുണിന് മുമ്പ് അപ്പം ഈ ആദ്യം പറയുമ്പോഴൊക്കെ വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സിനായിട്ട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ടോ? 1-2 ഡയറക്ടേഴ്സും ഈ സഞ്ചാരത്തിന്റെ ഇടയിൽ വന്നു പോയിട്ടുണ്ട്. തരുണാണ് അത്. ഈ ചില എന്താ പറയാ, അരിമണിയിൽ ആരാണ് കഴിക്കേണ്ടത് ഉദ്ദേശിച്ച പോലെ ഈ സ്ക്രിപ്റ്റ് തരുണാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരുമിച്ചിരുന്ന് പിന്നെ വർക്ക് ചെയ്യായിരുന്നു? പിന്നെ കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ എൻ്റെ കഴിഞ്ഞ ബിനാലെ സമയത്ത് എൻ്റെ എക്സിബിഷൻ സമയത്ത് തുടങ്ങി. അവിടേക്കാണ് തരുൺ എത്തുന്നത്. അന്ന് തുടങ്ങി തരുണും ഞാനും ഒപ്പം ഉണ്ട്, ഇതുവരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എഴുതിയത് ഒരു കഥയുടെ രൂപത്തിലായിരുന്നു, സ്ക്രിപ്റ്റ് പോലെ തന്നെയായിരുന്നു? അല്ല, ആദ്യം സ്ക്രിപ്റ്റ് രൂപത്തിൽ തന്നെ എഴുതി. ഞാൻ ആദ്യം കഥയായിട്ട് ലാലേട്ടനോട് പറയുകയുണ്ടായി. അതിനുശേഷം സ്ക്രിപ്റ്റായിട്ട് എഴുതി
ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്തു. സ്ക്രിപ്റ്റ് വായിക്കല്ല, ലാലേട്ടനോട് അത് ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്തു. അങ്ങനെയാണ് അത് ചെയ്യാൻ തീരുമാനിക്കുക. പിന്നീട് ഈ കാറിൻ്റെ സഞ്ചാരം പോലെ ഞങ്ങളിങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ 25-ാം തീയതി ഇറങ്ങുന്നു. കാറുമായിട്ട് ഞങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്താണ്. ഈ മോഹൻലാലിനോട് ഈ കഥ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആദ്യം യെസ് പറയുന്നൊരു അല്ലെങ്കിൽ അതിനെ ഹുക്ക് ചെയ്യുന്നൊരു, അതെന്തായിരുന്നു? അത് ഭയങ്കര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു, എന്താ ഞാൻ രഞ്ജിത്തേട്ടൻ ത്രൂ ആണ് ലാലേട്ടനിലേക്ക് എത്തുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എഴുതുമ്പോൾ ലാലേട്ടനില്ല, സ്വാഭാവികമായിട്ട് കഥാപാത്രമുള്ളൂ. എന്ന് വെച്ചാൽ ലാലേട്ടൻ ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് മേലെയുള്ളൊരു ആളാണ് ലാലേട്ടൻ അന്ന്. അപ്പോൾ രഞ്ജിത്തേട്ടൻ നമുക്ക് ലാലേട്ടൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നു. ഞാനന്ന് സത്യേട്ടൻ്റെ ഒരു സെറ്റിലായിരുന്നു, രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് നരേറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു കാരവനിൽ വെച്ച് പറയാമെന്നുള്ള പരിപാടിയിലായിരുന്നു പോകുന്നത്. പക്ഷേ അന്ന് ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നില്ല, എന്തോ കാരണം കൊണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്നെ വീട്ടിലേക്ക് വിളിക്കുകയും, അപ്പോൾ ആൻ്റണി ചേട്ടൻ ഉണ്ടായി, ലാലേട്ടൻ ഉണ്ടായി. അപ്പോൾ സ്വസ്ഥമായിരുന്നു. അത് ഞാൻ അന്ന് നമ്മൾ എഴുതുന്ന സമയമല്ലേ, അപ്പോൾ നമ്മളെ മനസ്സിൽ കഥയും സീനുകളും ഡയലോഗുകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും സെറ്റ് ആദ്യം തുടങ്ങി ഇങ്ങനെ ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി നമുക്ക് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഞാൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അതെന്തോ നന്നായിട്ട് നരേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ലാലേട്ടനിൽ ഈ കഥാപാത്രം അല്ലെങ്കിൽ ഈ കഥ ലാലേട്ടൻ അത് എടുക്കുന്നു എന്നുള്ളത്, ലാലേട്ടൻ അതിൽ ഇന്നാവുന്നു എന്നുള്ളത് 2, 3, 4 സീനുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭയം പോയി. ഞാനും വളരെ റിലാക്സ്ഡ് ആയി, അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് പറയാൻ കഴിഞ്ഞു. അവസാനം ലാലേട്ടൻ അത് ചെയ്യാമെന്ന് ആ നിമിഷം പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ലാലേട്ടൻ്റെയും ആൻ്റണി ചേട്ടൻ്റെയും മുഖത്തൊന്നും പിന്നെ അവരുടെ എന്നോട്ടുള്ള പെരുമാറ്റം കൊണ്ടും എനിക്ക് മനസ്സിലായി. വ്യത്യാസം രഞ്ജിത്തേട്ടനെ വിളിച്ച് പറയാം, അത് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ള ഹിന്റും തന്നില്ല അതോ? തീർച്ചയായിട്ടും അവർ അതിൻ്റെ ഒരു സീനുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതെപ്പോൾ ചെയ്യും എന്ന് മാത്രം പറഞ്ഞില്ല എന്നുള്ളൂ. ബാക്കി എല്ലാ സംസാരങ്ങളും നടന്നു. പിന്നെ ഈ നീണ്ടുപോകാനുള്ളൊരു കാരണം എന്തായിരിക്കും? നീണ്ടുപോകാനുള്ള അത് കൃത്യമായൊരു ഡയറക്ടറിലേക്ക് എത്തിയില്ല. അത് 1-2 ഡയറക്ടേഴ്സ് വന്നു, എൻ്റെ സൗഹൃദങ്ങളിലുള്ള എൻ്റെ വളരെ അടുപ്പമുള്ള രഞ്ജിത്തേട്ടനായിട്ടും നല്ല അടുപ്പമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, നല്ല ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷേ ഈ സബ്ജക്റ്റ് ഈ സ്ക്രിപ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചില എന്താ പറയുക, കൃത്യമായ വഴിയിലേക്ക് ചിലപ്പോൾ ഒരേ ദിശയിലേക്ക് രണ്ടുപേരും സഞ്ചരിക്കാതെ വരുമ്പോൾ സംഭവങ്ങൾ ഇപ്പോഴും ഭയങ്കര ആത്മബന്ധം പുലർത്തുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ, ഡയറക്ടറും ഈ റൈറ്ററും ഒരേ വഴിയിലെത്തുക, ഒരേ ട്രാക്കിലെത്തുക എന്നുള്ളത്. പിന്നെ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിനൊക്കെ വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കംപ്ലീറ്റ്ലി ഭയങ്കര രസമുണ്ടോ അത് പിന്നെയും തുടരാൻ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ എന്താ പറയുക, സിനിമയിന് മുമ്പ് ഞാൻ രാജീവ് രവി എൻ്റെ ഫ്രണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് 2 സിനിമകളിൽ, മുഴുവൻ അല്ലെങ്കിൽ പോലും അങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒരു മുഴുനീള സിനിമയിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് തുടങ്ങി അവസാനം വരെ ഷൂട്ടിൻ്റെ തീർന്നവരെ വർക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് മനുഷ്യർ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സൗഹൃദങ്ങൾ. പിന്നെ നമ്മൾ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ നമ്മളിലൂടെ വന്ന കഥാപാത്രം ലാലേട്ടൻ, ശോഭന മാം പോലുള്ള ആൾക്കാരിലൂടെ അവർ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അതുണ്ടാക്കുന്ന എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതും ഇപ്പം നമ്മൾ ചെയ്തല്ല എഴുതി വെച്ച കഥാപാത്രം, എഴുതി വെച്ച ഡയലോഗൊക്കെ ഇപ്പം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു ലെജൻഡ് ആണല്ലോ പെർഫോം ചെയ്യുക. ഏതൊരു ഡയറക്ടർക്കും റൈറ്റർക്കും ഒരു സിനിമ സൂപ്പർ സ്റ്റാർസിനോട് ചെയ്യണം എന്നൊരു ആഗ്രഹമുള്ളവരായിരിക്കും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലതരം സിനിമ എടുക്കുന്നവരാണേലും ഒരു സിനിമ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരാൾ പെർഫോം ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷമായി. അത് ആ പെർഫോമൻസിൽ നിന്ന് കിട്ടിയ ഒരു ഹൈ എന്താ? അതെന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും ഉണ്ടായിരുന്നു ഷൂട്ട് സമയത്ത്. അത് ഞാൻ ഈ അടുത്ത് പറഞ്ഞു, പലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ തരുണിൻ്റെ അടുത്ത് ഞാനുണ്ടാവും, ചിലപ്പോൾ മോണിറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതിൽ ഭയങ്കര ഇമോഷണലായിട്ടുള്ള ചില സീനുകൾ അതൊക്കെ ലാലേട്ടൻ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അത് ചിലപ്പോൾ ഞാനോ തരുണോ മനസ്സിൽ കണ്ടതിന് മേലേക്ക് ലാലേട്ടൻ അതിനെ കൊണ്ടുവന്ന് കാണുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. അത് ഈ സിനിമയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കുറേ അനുഭവങ്ങളിലൂടെ, കുറേ ദിവസങ്ങളിലൂടെ അങ്ങനെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത് ലാലേട്ടൻ്റെയും ശോഭന മാമിൻ്റെയും പിന്നെ ഇതിൽ വന്നിട്ടുള്ള ചില പുതിയ ആർട്ടിസ്റ്റുകളെയൊക്കെ. ലാലേട്ടൻ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പെർഫോമൻസ് അങ്ങനെ ഇമോഷണലായി പോയ മൊമെന്റ്സ് ഉണ്ട്? അയ്യോ, ലാലേട്ടൻ്റെ ഒരുപാട് വട്ടം എന്നെ അത്ഭുതപ്പെടുത്തിയ, കുറേ നാൾക്ക് ശേഷം
ലാലേട്ടൻ മറ്റൊരു രീതിയിൽ വരുന്ന ഒരു സിനിമയും കൂടെ ആയിരിക്കും ഇത്. പഴയ ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടൻ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എങ്കിലും ഇത്തരം നാടൻ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ട് ലാലേട്ടനിലൂടെ കണ്ട് കുറച്ച് നാളായി. അതിൻ്റെ ഒരു രസം കൂടി എനിക്ക് സിനിമ ഉണ്ട്. അതെ, അതും ചോദിക്കാൻ വരായിരുന്നു. കാരണം മോഹൻലാൽ എന്നൊരു ആക്ടറിൽ എല്ലാവരും എപ്പോഴും ഈ ഒരു പഴമ തേടുന്നതെന്ന് തോന്നാറുണ്ട്. മേ ബി പുതിയതായിട്ട് ഇനിയും നന്നായിട്ട് ഉപയോഗിക്കാൻ ഇരിക്കുന്നതേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് പുതിയതുകൊണ്ട് തൃപ്തിപ്പെടാത്തത്. പക്ഷെ ഈ പഴമ എപ്പോഴും അങ്ങനത്തെ മോഹൻലാലിന് വിന്റേജ് ലാലേട്ടൻ എന്നൊക്കെ എപ്പോഴും എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് അതാണോ നിലനിർത്തിയേക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ ഒരു വേറൊരു നാട്ടുമ്പുറത്തുകാരനായ ഒരു പുതിയ ആ രീതിയിലാണോ പെർഫോമൻസ് പോയത്? ഇന്നത്തെ കാലത്ത് നാട്ടുമ്പുറത്തുകാരൻ പുതിയ ആള്, അല്ലാതെ വിന്റേജ് ലാലേട്ടൻ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ലോകത്തൊരു ആർട്ടിസ്റ്റിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ഏത് മനുഷ്യനെ തിരിച്ചു, നമ്മൾ രണ്ടുപേരും പുതിയത് തന്നെയല്ലേ ലാലേട്ടൻ. പക്ഷെ ലാലേട്ടനിലേക്ക് ഇത്തരം കഥാപാത്രങ്ങൾ എത്തുന്നില്ല എന്നുള്ളതാണ് കുറച്ച് നാളുകളായിട്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ അതിലെത്തി. ലാലേട്ടൻ എന്ത് മനോഹരമായിട്ടാണ് അത് സിനിമ തുടങ്ങുമ്പോൾ തുടങ്ങി അവസാനം വരെ ലാലേട്ടൻ. അപ്പോഴാണ് ഞാൻ കുറേ നാളുകളായാലും ഇങ്ങനത്തെ ലാലേട്ടനെ കണ്ട് ഞാനും പോലും ചിന്തിച്ചു പോയ കുറേ നിമിഷങ്ങളുണ്ടായിരുന്നു. ഈ തുടരുന്നുള്ള പേരും അതുപോലെ ഭയങ്കര രസമുണ്ട്. അതിപ്പം നമ്മൾ എവിടെ കണ്ടാലും അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫോണ്ടിങ്ങും മൊത്തത്തിലേ ആ ഒരു അതുണ്ട്. ആ പേരാരാ? തരുണാണോ? തരുണാണ്. ഞങ്ങൾ ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സാധാരണ പേര് പോലെ തോന്നി. തുടരും എപ്പോഴെപ്പോഴും നമ്മൾ പത്രങ്ങളിലായാലും അല്ലെങ്കിൽ നോവൽ പലതിലായാലും തുടരും നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ. അതെ. പക്ഷേ പിന്നീട് നമ്മൾ ചില പേരുകളിലൂടെ ഞാനും തരുണും ഒക്കെ ആലോചിച്ചു. പക്ഷെ അവസാനം നമ്മൾ തുടരിൽ തന്നെ എത്തി. എന്ന് വെച്ചാൽ ശരിക്കും ഇത് ഈ കഥ ഡിസർവ് ചെയ്യുന്ന പേര് തുടരും തന്നെയാണ്. അതുകൊണ്ട് തുടരിലേക്ക് എത്തി. തുടരും ഇപ്പൊ അത് ഏറ്റവും നല്ല പേരായിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു. മാറിയില്ലേ? ഈ സിനിമയ്ക്ക് ശേഷം ഇത് തുടരുമോ? ഒന്നും തീരുമാനിച്ചില്ല. അങ്ങനത്തെ ചർച്ചകളേ നടന്നില്ല. അങ്ങനെ ചർച്ചകളേ ഇല്ല, ആലോചനകളേ വന്നിട്ടില്ല. സത്യത്തിൽ ചില ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആലോചന മാത്രം, അല്ലാതെ അത്തരം ഒരു ചിന്ത എനിക്ക് അതൊരു തുടർച്ച എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ സ്കോപ്പ് ഉണ്ട് അല്ലേ? സത്യത്തിൽ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ചിന്തയിലേക്ക് വന്നിട്ടില്ല. ഇതിനും അതിൻ്റെ തുടർച്ച ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാന്ന് മാത്രം. മോഹൻലാൽ ശോഭന ആ കോമ്പിനേഷനെ കുറിച്ച് പറയുമ്പോഴേ ആദ്യം വന്ന ആ ഒരു ഫോട്ടോയിൽ തന്നെ നാടോടിക്കാറ്റ് റെഫറൻസിലേക്കൊക്കെ പോവുകയുണ്ടായി. അങ്ങനെ ഒരു റീക്രിയേഷൻ ഉദ്ദേശിച്ചിരുന്നോ? അല്ലെങ്കിൽ ഇല്ല. ഇതിൽ കൃത്യമായ ശോഭന മാമായാലും അതൊരു പുതിയ രീതി തന്നെ അവതരിപ്പിക്കുന്നത്. പഴയ ശോഭന മാമിനെയോ അല്ലെങ്കിൽ പഴയ ലാലേട്ടനെയോ അങ്ങനെയല്ല. കൃത്യമായൊരു വേറൊരു പശ്ചാത്തലമുള്ള ശോഭന മാം, പ്രത്യേകിച്ച് ചെറുതായിട്ട് തമിഴ് കലർന്ന ഒരു അത് വേറെ രീതിയിലുള്ള ശോഭന വളരെ നന്നായിട്ട്, അവരെല്ലാവരും നന്നായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ശോഭന മാമിൻ്റെ സീനുകൾ കാണുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള, അയ്യോ ഗംഭീര. അത് മാത്രമല്ല അവരിത്രയും ലെജൻഡറി ആയിട്ടുള്ള ഇത്രയും വലിയ ആർട്ടിസ്റ്റ്, അവർ ഷൂട്ട് സമയത്തൊക്കെ കാരവാൻ ഉണ്ടാവും. ചിലപ്പോൾ നൈറ്റൊക്കെ ഫുൾ നൈറ്റൊക്കെ പോകുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് നടന്നു കഴിഞ്ഞാൽ കുറച്ചപ്പുറത്ത് കാരവാൻ ഉണ്ടാവും. പക്ഷെ അവരൊന്നും അവിടെ കിടക്കില്ല. ചിലപ്പോൾ ഷൂട്ട് നടക്കുന്ന വീടിൻ്റെ അകത്ത് ഒരു ബെഞ്ചിൽ അവർ രാത്രി കിടന്നുറങ്ങണ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, അത് മറക്കാൻ പറ്റാത്തതാണ്. എന്നുവെച്ചാൽ അവർ അത് കഴിഞ്ഞാൽ അവർക്ക് ഷോട്ട് ഉണ്ട്. അപ്പോൾ അവരതിൽ തന്നെയാണ്. എനിക്ക് മനസ്സിലായി, ആ ക്യാരക്ടറാണ് അവർ. അത് കഴിഞ്ഞിട്ട് അവർക്ക് പോയി തിരിച്ചു വരാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അവരതിലാണ്. അത് കഴിഞ്ഞ് പോകുന്നവരെ ശോഭനാമയമായാലും ലാലേട്ടനായാലും അതിലാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേ അവരെത്രമാത്രം ഹൈയിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ളത് നമ്മൾ നേരിട്ട് അറിഞ്ഞ കുറേ ദിവസങ്ങളും കൂടിയാണിത്. ശോഭനമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവല്ലോ. എന്തെങ്കിലും പറഞ്ഞോ അവര് കഥയെ കുറിച്ചോ അല്ലെങ്കിൽ ക്യാരക്ടറിനെ കുറിച്ചോ? ക്യാരക്ടറിനെ കുറിച്ച് ഇല്ല, അങ്ങനെ അതിൻ്റെ ക്യാരക്ടറിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അല്ലാതെ മറ്റു സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തരുണായിട്ടാണ് അത് എങ്ങനെ അതിനെ പ്രസന്റ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു. ഈ ഡയറക്ഷൻ മനസ്സിലുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. എനിക്ക് പറ്റാത്ത പരിപാടിയാണ്. ഞാനത് തരുണോട് ഇടയ്ക്ക് തരുണത് ഭയങ്കര ബ്രില്യൻ്റായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇടയ്ക്ക് തരുണോട് ചേർത്ത് പിടിച്ചിട്ട് പറയും, എടാ എനിക്ക് പറ്റാത്ത പരിപാടിയാണ്. ഈ പറഞ്ഞല്ലോ ഒരു ഫോട്ടോഗ്രാഫിൽ നിന്ന് അല്ല ഒരു ഇമേജിൽ നിന്ന് മനസ്സിൽ വന്ന ഒരു കഥയാണിത് എന്ന് പറഞ്ഞു. ഒരു യാത്രയിൽ ഒരാൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് നോക്കി നിൽക്കുന്ന കണ്ടിട്ട് അതിന്റെ മുമ്പും പിമ്പും ഒക്കെ ഭാവനയിൽ ഉണ്ടാക്കുമായിരുന്നല്ലോ അല്ലെ? ആളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഈ കഥ തന്നെ ഉണ്ടാവില്ലായിരിക്കും. ഞാനത് കൊടുങ്ങല്ലൂര്, എൻ്റെ നാട് കൊടുങ്ങല്ലൂരാണല്ലോ. അപ്പോൾ അതിലെ യാത്ര ചെയ്യുമ്പോഴാണ് അന്ന് ആ സ്റ്റേഷൻ്റെ അകത്ത് കുറേ സ്റ്റേഷനിൻ്റെ പുറത്ത് നിന്നിട്ട് അകത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരാൾ, സാധാരണ ഒരാൾ. അപ്പോൾ അതുവഴി കടന്നപ്പോൾ എൻ്റെ മനസ്സിലായ അയാളുടെ മുഖം ഒന്ന് സാധാരണക്കാരനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടാവും സ്റ്റേഷനകത്ത്, അദ്ദേഹത്തിന് നേരിട്ട് ചെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഭയങ്കര വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം. അദ്ദേഹം അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നതായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ആ നിമിഷത്തിന് അദ്ദേഹത്തിന്റെ മുഖത്തൊരു കഥ ഉണ്ടായി, എൻ്റെ മനസ്സിലുണ്ടായി. ഞാൻ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത്
അതിങ്ങനെ മുമ്പ് മുന്നോട്ട് സഞ്ചരിച്ചിട്ട് തന്നെ ഇവിടെ വരെ എത്തിയത്. ഈ പ്രൊഫഷൻ വൈസ് ഒരു ഫോട്ടോഗ്രാഫറാണ്, ഒരു ഡോക്യുമെന്ററി ഫോട്ടോഗ്രാഫർ എന്ന് പറയാം അല്ലെ. അപ്പൊ എത്രയോ ജീവിതങ്ങൾ നേരിട്ട് കാണുന്നതാണ് അല്ലെ, മനുഷ്യന്മാരുടെ ലൈഫിനെ കുറിച്ചാണ് കൂടുതലും ഈ ഫോട്ടോയിലൂടെ സംസാരിക്കാറുള്ളത്. അപ്പൊ ഇങ്ങനത്തെ കുറെ മൊമെന്റ്സ് കടന്നു പോയിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ കഥകൾ നമ്മളെ ടച്ച് ചെയ്യുന്നത്. പക്ഷെ എഴുതണം, ഡെവലപ്പ് ചെയ്യണം തോന്നിയത് ഇതായിരുന്നോ? സിനിമയായിട്ട് എഴുതാൻ തോന്നിയത് ആദ്യമായിട്ട് ഇതാണ്. ഇനിയുണ്ട് പിന്നെ ഒരുപാട്. സ്വാഭാവികമായിട്ട് ചോദിച്ച പോലെ എന്നെ സംബന്ധിച്ച് ഫോട്ടോഗ്രാഫി, ഞാൻ പൊതുവേ വീട്ടിലായാലും നാട്ടിലായാലും ഞാൻ അധികം അങ്ങോട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്ന ഒരു കുറച്ചുകൂടി ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടി എന്താ പറയുക മനുഷ്യൻ്റെ ഇടയിലേക്ക് ക്യാമറ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് ആ സമയത്ത് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് തുറമുഖങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ ചെയ്ത പൊന്നാനിയാണല്ലോ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട 2 സീരീസുകൾ വന്ന് പൊന്നാനി, വാനിഷിംഗ് ലൈഫ് വേൾഡ്സ് എന്ന് പറഞ്ഞാൽ ബിനാലയിൽ 2016 ബിനാലയിൽ എക്സിബിറ്റ് ചെയ്തു. പിന്നെ 2018 മഞ്ജുക്കാർ ദി സീഫെയറേഴ്സ് ഓഫ് മലബാർ എന്നുകൊണ്ട് പത്തേമാരിയിലെ തൊഴിലാളികളെ കുറിച്ച്. അതൊക്കെ തുറമുഖങ്ങളിൽ നിന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ മട്ടാഞ്ചേരി ആയാലും കൊച്ചി എല്ലാം തുറമുഖങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ എന്നെ എന്തുകൊണ്ട് തുറമുഖങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, അത് ഭയങ്കര കൊടുക്കൽ വാങ്ങലുകൾ, കാലങ്ങളായിട്ടുള്ള മനുഷ്യൻ്റെ സഞ്ചാരങ്ങളുടെ അതിൻ്റെ ഒരു ചരിത്രം കൂടി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർ നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും. അത്തരം ഒരു എന്താ പറയുക ഒരു സ്നേഹബന്ധങ്ങൾ എനിക്ക് ആ തുറമുഖങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചാണ്. ഞാൻ മിക്കവാറും ഈ സീരീസുകൾ ചെയ്യാൻ പോകുമ്പോൾ താമസിക്കുന്നതൊക്കെ അവിടെ പരിചയപ്പെട്ട ചില സുഹൃത്തുക്കൾ, പിന്നീട് സുഹൃത്തുക്കളായ ഇപ്പോൾ ഭയങ്കര അടുപ്പം സൂക്ഷിക്കുന്ന ചില ആൾക്കാരുടെ വീടുകളിലാണ്. അപ്പോൾ അവരാണ് എന്നൊപ്പം ഈ സ്ഥലങ്ങൾ കാണിക്കാനും സഞ്ചരിക്കാറും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടുണ്ട്, അവരുടെ കഥകൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടോ ഞാൻ ചിത്രം എടുക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ ക്യാമറ ആയിട്ട് ചെല്ലുമ്പോൾ പല ആൾക്കാരും എന്നോട് അവരുടെ സ്റ്റോറി, അവരുടെ ലൈഫ് ഷെയർ ചെയ്യാറുണ്ട്. അതെന്തോ എനിക്കറിയില്ല, അതെന്നോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് കഥകൾ കേൾക്കുന്നത് ഇഷ്ടമാണ്. ചിലപ്പോൾ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരോട് ചിലപ്പോൾ അത്തരം അവരുടെ ഒരു പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളൊന്നും ആരും ചോദിക്കുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരം കണ്ടുമുട്ടിയ ഒരുപാട് പേരുടെ കഥകൾ സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം എൻ്റെ സീരീസുകളൊക്കെ ചിത്രങ്ങളും ടെക്സ്റ്റുകളും അടങ്ങിയതാണ്. ചിത്രങ്ങൾ മാത്രമല്ല, ഇപ്പം ഞാൻ ചെയ്യുന്നതായാലും ടെക്സ്റ്റും കൂടി ചേർന്നുള്ളതാണ്. അങ്ങനെ ഒരു സീരീസിലേക്ക് ഞാൻ മാറി. അപ്പം അതിലൊരുപാട് കഥകളുണ്ട്. അതിൽ സിനിമയ്ക്കും സ്വാഭാവികമായിട്ട് പറ്റിയ കഥകളുണ്ടാവും. ഇപ്പം മഞ്ജുക്കാരനെ കുറിച്ച് പറയുമ്പം ഞാൻ ഒരു വീഡിയോ പോലെ കണ്ടിരുന്നേ യൂട്യൂബിൽ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കഥ കേൾക്കുമ്പോഴാണ് അതിൽ അന്ന് സംസാരിച്ച് പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അല്ലെ, ഉരുവിലൊക്കെ ജോലി ചെയ്യുന്ന മനുഷ്യരാണ്. അവരുടെ ജീവിതം എങ്ങനെയാ സ്വാധീനിച്ചിട്ടുള്ളത്? അവരുടെ ജീവിതം അത് ഞാൻ സത്യത്തിൽ മഞ്ജുക്കാരെന്ന സീരീസ് ചെയ്യാനുള്ള എന്നെ ഇൻസ്പയർ ചെയ്ത് ഞാൻ പൊന്നാനി കൂടെ ക്യാമറ ആയിട്ട് നടക്കുമ്പോഴേ അവിടെ കടലിൻ്റെ തീരത്ത് പല പ്രായമുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ഒരാളിൽ നിന്ന് പാട്ട് പാടുന്നത്, അയാളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്നിട്ട് ഞാനിപ്പോൾ ക്യാമറയൊക്കെ ബാഗിൽ വെച്ച് അവരിപ്പം കേട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പാടുന്ന പാട്ട് ഭയങ്കര രസമാണ്. പാട്ട് അത് മാത്രമല്ല, തൊണ്ടയൊക്കെ പാടുന്നത് ഭയങ്കര വേറെ ശബ്ദം. അദ്ദേഹത്തിൻ്റെ പാട്ട് ഉരുവിലെ തൊഴിലാളികളെ കുറിച്ചുള്ള പാട്ടായിരുന്നു. ഞാനത് കേട്ട് കഴിഞ്ഞ അവസാനം ഞാൻ ചോദിച്ചു, ആ പാട്ടിനെ കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം പാട്ട് പാടുന്ന ആൾ ഉരുവില പഴയ ഖലാസി എന്ന് വെച്ചാൽ തൊഴിലെടുക്കുന്ന ആള്, ഖലാസി എന്ന് വെച്ചാൽ കപ്പൽ തൊഴിലാളികൾ എന്നാണ്. ഇത് ഉരുവിലെ തൊഴിലാളികളാണ്. അപ്പം അങ്ങനെ കുറേ ആളുകൾ ജീവിച്ചിരിക്കണമെന്ന് ഞാൻ ആ മനുഷ്യൻ അറിഞ്ഞു. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ ചെറിയ വീട്, ചെറിയൊരു ഓല വീട്, കുഞ്ഞു വീട്, ഒരു കട്ടിലും ഒരു ചെയറൊക്കെ ഇടാവുന്ന മാത്രം വലുപ്പമുള്ള വീട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ അദ്ദേഹം ആയിട്ടിരുന്നിട്ട് അദ്ദേഹം വേറെ പാട്ടുകൾ എനിക്ക് പാടിക്കേൽപ്പിച്ചു തന്നു. മാത്രമല്ല അദ്ദേഹം ഉരുവിലെ തൊഴിലാളികളെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. എന്ന് വെച്ചാൽ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ മലബാറിലെ പ്രത്യേകിച്ച് പൊന്നാനി, കോഴിക്കോട് അല്ലെങ്കിൽ കാസർഗോഡ് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ പണ്ട് ഒരു 10-25 അല്ലെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലേക്കും ഗൾഫ് അറേബ്യൻ തുറമുഖങ്ങളിലേക്കും ഉരുവിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഉരുവിൽ കച്ചവടത്തിനാണ് പോകുന്നത്. പക്ഷേ അതിൽ തൊഴിലാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു, 10-12 തൊഴിലാളികളുണ്ടാവും. അപ്പോൾ അതിലാണ് ഈ തൊഴിലാളി. അപ്പോൾ ഇവരുടെ യാത്രകൾ എൻ്റെ മനസ്സിൽ നിന്ന് അതുവരെ ഇല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ കടൽ യാത്രകൾ മെക്കനൈസ്ഡ് അല്ല, ഒരു കാറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകണം. അപ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ടാവും. കടലിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളെ മറികടന്നിട്ട് വേണം, കാലാവസ്ഥകളെ മറികടന്നിട്ട് വേണം, അപ്രതീക്ഷിതമായിട്ട് തന്നെ കാറ്റ്, തിരമാലകൾ എല്ലാത്തിനെയും മറികടന്നിട്ട് വേണം പോകാൻ.
അപ്പോൾ ഒരു അതിൻ്റെ എന്താ പറയുക പരിമാൻ്റെ മേലേക്ക് കയറി 40 അടിയോളം മേലേക്ക് കയറി കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായ മാറ്റി കെട്ടുന്ന ആൾക്കാർ, അതിനിടയിൽ കടലിലേക്ക് തെറിച്ച് വീഴുന്ന മരിക്കുന്ന ആളുകൾ, ഉരുവിലേക്ക് തെറിച്ച് വീണ് കാണാതാവുന്ന ആളുകൾ, അങ്ങനെ കുറേ കഥകൾ ഈ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ തന്നെ, ഞാൻ ആദ്യം കണ്ട ഈ മനുഷ്യൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഉരു തകർന്നു പോയി കടലിൽ 2 ദിവസം ഒഴുകി നടന്ന് ഉരുവിൻ്റെ തകർന്ന മരത്തിൽ മാത്രം പിടിച്ച് അദ്ദേഹം വേറെ ആരോ കണ്ടുമുട്ടിയതിൻ്റെ പേര് അടുത്തോട്ട് പോയതിൻ്റെ കപ്പിലുള്ള ആരൊക്കെയോ കണ്ടുമുട്ടിയതിൻ്റെ പേരിൽ മാത്രം ജീവിതം തിരിച്ചു കിട്ടിയ മനുഷ്യനാണ്. അപ്പോൾ ഈ കുഞ്ഞു വീട്ടിൽ നിന്നിട്ട് എന്നോട് പറയുന്ന വലിയ കടലുകൾ താണ്ടിയ കഥ കാണും. അപ്പോൾ ഞാൻ ആലോചിച്ച്, അയ്യോ, ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഈ കഥ കേട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കുറച്ച് പേരും കൂടി ജീവിച്ചിരിക്കുന്നുണ്ട്, കുറേ പേര് മരിച്ചുപോയി. എന്നെ സംബന്ധിച്ചത് ഭയങ്കര എൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ഇങ്ങനെ തേടി പിടിച്ചു. 1-2 പേരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ബാക്കി ഞാൻ പിന്നെ ഒരു യാത്രയായിരുന്നു. പൊന്നാനി തുടങ്ങി മലബാറിൻ്റെ ഒരുപാട് പേരെ കണ്ടുമുട്ടിയോ? ഒരുപാട് പേരെ കണ്ടുമുട്ടി, ഒരു 10-100 പേരോളം കണ്ടുമുട്ടി. അതിൽ ഞാനൊരു 34 പേരെയാണ് സെലക്ട് ചെയ്തത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് കഥകളുള്ള 34 പേരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ, അതായിരുന്നു എൻ്റെ സീരീസ്. ഈ ഇവരൊരു യാത്രയ്ക്ക് പോയ ഏകദേശം എത്ര ദിവസം കണ്ടിന്യൂസ് നിൽക്കേണ്ടി? അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. അത് ഇപ്പോൾ ബോംബെക്കാണ് പോകുന്നതെങ്കിൽ കാറ്റ് അനുകൂലമാണെങ്കിൽ ഒരു 4 ദിവസം കൊണ്ട് ബോംബെയിലെത്തും. കാറ്റ് പ്രതികൂലമാണെങ്കിൽ ഒരു 35 days അല്ലെങ്കിൽ 40 days ഒക്കെ നീണ്ടുപോകും. അപ്പോൾ ഇവിടെയിൽ ഭക്ഷണം ഉണ്ടാവില്ല, ചിലപ്പോൾ വെള്ളം തീരും. അപ്പോൾ അടുത്ത വേറെ പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും തുറമുഖങ്ങൾ നിർത്തും, അല്ലെങ്കിൽ കടലിൽ നിർത്തി അവിടുന്ന് വേറെ എന്തെങ്കിലും ചെറിയ വഞ്ചി ഉണ്ടാവും, അതിൽ പോയി അടുത്തുള്ള സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്തുകൊണ്ട് വരും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഈ അങ്ങനെ പോയി മരിച്ചവരൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, മരിച്ചവരെ കടലിൽ തന്നെ. അതെ, അത്തരം എത്രയോ അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്തു. ഒരാൾ KK ഖാദർ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു 10-30 വർഷങ്ങൾ, 30-ലേറെ വർഷങ്ങൾ ഉരുവിൽ യാത്ര ചെയ്ത്, ഉരുവിലെ തൊഴിലാളിയായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞത് ആ 30 വർഷത്തിനിടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങി 100ഓളം പേരെ ഉരുവിൽ പോയിട്ട് കടലിൽ കാണാതെ പോയി മരിച്ചു പോയിട്ടുണ്ട്. 100ഓളം പേര്. അപ്പോൾ മനസ്സിലായില്ല. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് വെച്ചാൽ, പൊന്നാനിയിൽ നിന്ന് 2 മുമ്പ് കടലിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിൽ അവർക്ക് മാസങ്ങളോളം കാത്തിരുന്നു. അന്ന് ഫോൺ സംവിധാനങ്ങളോ വേറെ ഒന്നുമില്ലല്ലോ. വരും എന്ന് കരുതി കാത്തിരുന്നു. പക്ഷെ വന്നില്ല. അവരുടെ ബന്ധുക്കളെ കണ്ടു, അതിൽ പോയ ചില ആൾക്കാരെ മക്കളെ കണ്ടു. അവർക്ക് പ്രായമായി. അവരായിട്ട് ഈ കാത്തിരിപ്പിൻ്റെ കഥകളും ഒക്കെ കേട്ടു. അത്തരം കുറേ അനുഭവങ്ങളും കൂടിയിട്ടാണ്. ഗുരുവിൽ പോയ ആൾക്കാരെ മാത്രമല്ല, അവരെ കാത്തിരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി മനുഷ്യരുടെ ജീവിതങ്ങളും കൂടിയായിരുന്നു ആ സീരീസ്. അപ്പൊ ഇവര് ഒരു പ്രായത്തിൽ ഇത്രയും വർഷം അവിടെയൊക്കെ ജോലി ചെയ്ത് തിരിച്ചു വന്നിട്ട് അവരുടെ ലൈഫ് എങ്ങനെയാ? സെറ്റിലായവരാണോ? സെറ്റിലായവർ വളരെ കുറച്ചുള്ളൂ. അവർ വീണ്ടും തൊഴിലെടുത്തു, കടലിലെ തൊഴിലെടുത്തു, അല്ലെങ്കിൽ മറ്റു പണികൾ തേടിപ്പോയി. വലിയ സാമ്പത്തിക ഈ ഉരുവിൽ തൊഴിലെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പട്ടിണിയുള്ള ആൾക്കാരാണ്. അവർ 12-ാമത്തെ വയസ്സിൽ 13-ാമത്തെ വയസ്സിൽ തൊഴിലാളിയായിട്ട് പോകുന്നു, അസിസ്റ്റൻ്റ് ആയിട്ടില്ല. അവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് പോകുമ്പോൾ ഇത്തരം കുട്ടികൾ പോകുന്നു ഭക്ഷണം പാകം ചെയ്യാനാണ്. ഭക്ഷണം, അതായത് കടലിൽ ഭക്ഷണം പാകം ചെയ്യാൻ അവർ അതിന് മുമ്പ് വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വരെ എത്തുന്നതിന് മുമ്പുള്ള ഈ ഉരുവിലുള്ള വലിയ ആൾക്കാരുടെ ടോർച്ചറിങ്ങും പലതരത്തിലുള്ള സംഭവങ്ങളും അവരനുഭവിച്ചു. അത്തരം ഒരുപാട് കഥകൾ, പറയാൻ പറ്റാത്ത ചില അനുഭവങ്ങളും കുറേ സംഭവങ്ങളും പലരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം കഥകളും പിന്നെ അവർ ചെന്നെത്തിപ്പെടുന്ന തുറമുഖങ്ങളുടെ കഥകൾ, ബോംബെയിലെ കഥകൾ, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ കഥകൾ, ഒരുപാട് എക്സ്പീരിയൻസ്. ഇതുപോലെ ഭയങ്കര ടച്ചിങ് ആയി തോന്നിയത് ഒരു ഫോട്ടോ ചിലപ്പോൾ ഒരുപാട് കഥകൾ പറയും എന്നുള്ളതായിരുന്നു. ഈ ചവിട്ടുനാട് തൊഴിലാളികൾ ആ വേഷം കെട്ടി അവരുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ നിറഞ്ഞ് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു ഐഡിയ വന്നത് എങ്ങനെ? അത് അങ്ങനെ പറയാം എന്ന്? ആ ഐഡിയയിലേക്ക് എത്താൻ കുറച്ച് സമയം യാത്ര ചെയ്ത് ഞാൻ. അതെൻ്റെ നാട്ടിൽ ഗോതുരത്ത്, എൻ്റെ നാടിൻ്റെ അടുത്താണ് ഗോതുരത്ത് എന്ന ഒരു തുരുത്ത്. അവിടെയാണ് ചവിട്ടുനാടക ഫെസ്റ്റിവൽ നടക്കാറ്. ചവിട്ടുനാടകക്കാർ ഇപ്പോൾ വളരെ കുറച്ചുള്ളൂ, ഏതാണ്ട് വാനിഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ ഞാൻ ഒരിക്കൽ പോയി, 2015 പോവുകയും അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട ചെല്ലാനത്ത് നിന്ന് വരുന്ന ചില ചവിട്ടുനാടക ആർട്ടിസ്റ്റുകൾ, അവരോട് എനിക്ക് അടുപ്പം തോന്നി. പ്രത്യേകിച്ച് അവർ വരുന്ന ഒരു ഭൂമിക, അവരുടെ ലൈഫ്, വളരെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ, കടലിലൊക്കെ തൊഴിലെടുക്കുന്ന, കറുത്ത നിറമുള്ള, ജീവിതത്തിൽ പല രീതിയിലും മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരുടെ ഒരു അഭിമാനമാണ് ഈ
ചവിട്ട് നാടകം. അതവർ പെർഫോം ചെയ്യുമ്പോൾ അത് അവരിലുണ്ടാക്കുന്നൊരു മാറ്റം, ആ നിമിഷങ്ങളിൽ അവർ രാജാക്കന്മാരും രാജ്ഞിമാരും പടനായകന്മാരെ കൈമാറുമ്പോൾ ആ നിമിഷങ്ങൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു നമ്പർ വാങ്ങിക്കാം, വീണ്ടും അടുത്ത സീസണിൽ അവരുടെ റിഹേഴ്സൽ സമയത്ത് തന്നെ വിളിക്കാൻ പറയാം. അങ്ങനെ കോൾ വന്നിട്ടാണ് ഞാൻ പോകുന്നത് ചെല്ലാനത്തേക്ക്. ചെല്ലാനം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് അടുത്താണെങ്കിൽ 20 കിലോമീറ്ററൊക്കെ അടുത്താണെങ്കിൽ പോലും ഒരുപാട് അകലെയാണ് സാംസ്കാരികപരമായിട്ടും പല രീതിയിലും. അപ്പോൾ അവിടുത്തെ മനുഷ്യരൊക്കെ വേറെ ഏതോ ലോകത്ത് ജീവിക്കുന്ന പോലെയാണ്. അപ്പോൾ അവരിലൂടെ ഒരുപാട് യാത്ര ചെയ്തു. അത് കടലിൻ്റെ അടുത്തൊക്കെ പലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ, റിഹേഴ്സൽ കാണാൻ ചെല്ലുമ്പോൾ കടൽ ഭിത്തിനോട് ചേർന്നായിരിക്കും, ചിലപ്പോൾ ഒരു ടർപ്പാളിനോ വേറെ ഓലയൊക്കെ കെട്ടിയിട്ടായിരിക്കും. അപ്പോൾ കടൽ തിര വന്നടിച്ചിട്ട് ചിലപ്പോൾ ഇപ്പുറത്തേക്കൊക്കെ അതിൻ്റെ വീഴുന്നുണ്ടാവാം. അപ്പോൾ അവരുടെ വീടുകളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആ മനുഷ്യരുടെ കുറേ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തു, ചവിട്ട് നാടകത്തിൻ്റെ റിഹേഴ്സലായാലും സ്റ്റേജായാലും. അപ്പോൾ ഈ 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, കുറേ ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നോട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പമായി, നിരന്തരം ഞാൻ പോയിട്ട്. അങ്ങനെ അവർ പലപ്പോഴും അവർ വീടുകളിലേക്ക് എന്നെ ക്ഷണിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പലപ്പോഴും അവരുണ്ടാക്കി വെച്ച കിരീടങ്ങളയക്കാം, ചിലപ്പോൾ അതിനു മുമ്പ് അവർ പെർഫോം ചെയ്തതിൻ്റെ ചിത്രങ്ങൾ കാണിക്കാനയക്കാം, ചിലപ്പോൾ അവർ മരിച്ചുപോയ അച്ഛൻ്റെ ചിത്രം, ചിലപ്പോൾ അവർ ചവിട്ടുകട വേഷമിട്ട് നിൽക്കുന്ന ചിത്രം കാണിക്കാനയക്കാം. അപ്പോൾ ഞാൻ പോകുമ്പോൾ പലപ്പോഴും അവരുടെ വീടുകൾ, ഈ രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ ആയി നിൽക്കുന്ന അവരുടെ വീടുകൾ വളരെ ചെറിയ വീടുകൾ, ചിലപ്പോൾ പൊളിഞ്ഞു വീഴാറായ വീട്, ചിലപ്പോൾ അങ്ങനെയുള്ള പല ഉപ്പുകാരായിട്ട് ദ്രവിച്ചു തുടങ്ങിയ വീടുകളായിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ചത് വരാത്ത അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യല്ലേ വേണ്ടത്, ഈ മനുഷ്യരുടെ റിയൽ ലൈഫ് കൂടി എൻ്റെ ചിത്രങ്ങൾ വരുമെന്ന് തോന്നി. ശരിക്കും ഈ രാജാക്കന്മാരും രാജ്ഞിമാരുടെയും പശ്ചാത്തലം ബാക്ക്ഡ്രോപ്പ് എന്ന് വെച്ചാൽ കൊട്ടാരങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവരുടെ റിയൽ ലൈഫായിട്ട് ഇതിനെ ചേർത്ത് വെച്ചൊരു ചിത്രം എടുക്കണേ, അത് കുറച്ചും കൂടി പവർഫുള്ളായിരിക്കും. ഒറ്റ ചിത്രം തന്നെ ഒരുപാട് കഥകൾ പറയും. ടെക്സ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചു ചിത്രത്തിന്, ഈ സീരീസിന്. എനിക്ക് കഥകൾ, ചിത്രം തന്നെ കഥ പറയുമെന്ന് തോന്നി. അങ്ങനെ ഞാൻ അവർ ഓരോ ആളുകളെ വീടുകളിൽ മുന്നിൽ ചെന്നിട്ട് ആ ആർട്ടിസ്റ്റുകളെ അവർ ചെയ്യാറുള്ള വേഷം ഇട്ട് നിർത്തി ഫോട്ടോ എടുത്തു. അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് പലപ്പോഴും ചില സീസണിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ വെള്ളം കയറി കിടക്കാനാണ്, മഴ പെയ്യുമ്പോഴല്ല. അത് വേനൽക്കാലങ്ങളിലാണ്, അതായത് ഇവിടുത്തെ ജനുവരി, ഫെബ്രുവരി അല്ലെങ്കിൽ നവംബർ. ആ സമയത്ത് ടൈഡാണ്, അത് വേലിയേറ്റത്തിൻ്റെ വെള്ളമാണ്. അപ്പോൾ വെള്ളം മെല്ലെ കയറി രാത്രിയൊക്കെ ആകുമ്പോൾ വീടിൻ്റെ അകത്തും വെള്ളം കയറും. പലപ്പോഴും അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ പകലൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, കുട്ടികളൊക്കെ രാത്രി മുഴുവൻ ഉറക്കൊള്ളിച്ചിട്ട് പകലുറങ്ങുന്ന കുട്ടികളും സ്ത്രീകളും ഒക്കെ എനിക്ക് ഒരുപാട് വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അതുകൂടി ഈ ചിത്രത്തിൻ്റെ ഭാഗമാകണം. എന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് അത്രമാത്രം ലോകം ചർച്ച ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കൊച്ചിൻ്റെ അടുത്തുള്ള ഇവർ ഈ പ്രശ്നം കൊണ്ട്, ഈ പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അതിനെ ആരും അഡ്രസ്സ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതും എൻ്റെ ചിത്രത്തിൽ വരണം, അതും വളരെ പ്രധാനപ്പെട്ട പറയേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ചിത്രങ്ങൾ അതും കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട്. അത് ഗംഭീര തോട്ടായിരുന്നു. ഞാൻ ഈ മനുഷ്യർക്ക്, ഈ ആർട്ടിസ്റ്റുകളെ കാണാൻ വേണ്ടി ഒരുപാട് വട്ടം യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് പലപ്പോഴും യാത്ര ചെയ്തെത്തുമ്പോൾ ചെളിവെള്ളം ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ കിലോമീറ്ററുകളും ചെളിവെള്ളത്തിലൂടെ നടന്നായിരിക്കാം ഇവരുടെ വീടുകളിലെത്തിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നടന്ന ചെളിവെള്ളം, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച തണുപ്പും അല്ലെങ്കിൽ ചെളിയും അല്ലെങ്കിൽ ഞാൻ കണ്ട മനുഷ്യരുമാണ് എന്നെ ഈ ചിന്തയിലേക്ക് എത്തിച്ചത്. അല്ലാതെ അത് അവരാണ് എന്നെ എത്തിച്ചത്, അവരുടെ ജീവിതം എന്നെ എത്തിച്ചത്. അല്ല ഞാൻ ചിന്തിച്ചുണ്ടാക്കിയ ഒരു ഐഡിയ അല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ നടന്ന വഴികളും അനുഭവിച്ച ഒരു കാലം ഒക്കെയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. അതിനാണോ കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടാവുക? ഫോട്ടോസ് മഞ്ജുക്കാർ പോലെ തന്നെ ഇതിനും ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതും അതിനൊരു അതൊരു യൂണിവേഴ്സൽ സംഭവമാണല്ലോ, തോട്ടാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ലോകത്തുനിന്ന്, പ്രത്യേകിച്ച് ബിനാലെ സമയത്താണ് എക്സിബിറ്റ് ചെയ്തതിൻ്റെ, ലോകത്തുനിന്ന് വന്ന് പലയിടങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാവുന്നതിന് കൂടുതൽ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ, അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഇനിയും അതിൻ്റെ ഷോകൾ എനിക്ക് വരാൻ കിടക്കുന്നു, ഇന്ത്യക്ക് പുറത്തും എല്ലാം. ഇൻവിറ്റേഷനൊക്കെ ഉണ്ട് അല്ലേ? ഇനി ചില ഷോകളൊക്കെ ഉണ്ട്. ഈ അതുപോലെ മട്ടാഞ്ചേരിയിൽ ഫേസസ് ചെയ്തതും നമ്മളും എത്രയോ വട്ടം നമ്മൾ മട്ടാഞ്ചേരി യാത്ര ചെയ്യുന്നു, ചിലപ്പോൾ നമ്മൾ വേറെ മുഖങ്ങളായിരിക്കും കാണുക. പക്ഷെ അത് കണ്ടപ്പോഴാണ് ഈ ഫോട്ടോയിലൂടെ, വീഡിയോ അല്ലെങ്കിൽ സംസാരിക്കുക ഒന്നും വേണ്ട, ഒരു ഫോട്ടോയിലൂടെ എന്തൊക്കെ മാജിക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ആൾക്കാരെ, ഇങ്ങനെ പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാർ, അവിടെ ഒരു ദയനീയത, അതേസമയം ഒരു സന്തോഷം എല്ലാം ഉണ്ട് അതിനകത്ത്. അത് ക്യാപ്ചർ ചെയ്യാൻ തോന്നിയത് എങ്ങനെയാ? അതെനിക്ക് ആദ്യമേ തുടങ്ങി എനിക്ക് പോർട്രേറ്റുകൾ ഇഷ്ടമാണ്. ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ ശില്പകലയാണ് പഠിച്ചത്. ആദ്യം തുടങ്ങി ഞാൻ ചിത്രങ്ങൾ, എൻ്റെ ചിത്രങ്ങളിലായാലും എൻ്റെ ശില്പങ്ങളിലായാലും കൂടുതൽ മുഖങ്ങളാണ് വരാറ്. മനഃപൂർവ്വമല്ല, എനിക്കെന്തുകൊണ്ടോ മനുഷ്യൻ്റെ മുഖങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. മുഖങ്ങളിലാണല്ലോ മനുഷ്യൻ്റെ ജീവിതം. ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ പോലും കണ്ണുകളാണ് എന്നെ
കണ്ണുകളിലൂടെയാണ് അവരുടെ മനസ്സിലേക്ക് എനിക്ക് സഞ്ചരിക്കാൻ കഴിയുക. ഒരാളുടെ ചിത്രം എടുക്കുമ്പോൾ അയാളുടെ മുഖത്തിൻ്റെ ചിത്രം മാത്രമാവരുത്, അല്ലെങ്കിൽ അയാളൊരു ഒബ്ജക്റ്റ് മാത്രമാവരുത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉള്ളിൽ നമ്മൾ സഞ്ചരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ മഞ്ജുക്കാർ ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ കണ്ണുകൾ, അവരുടെ കണ്ണുകളാണ്. പ്രത്യേകിച്ച് അവർ സഞ്ചരിച്ച കടലും കാലവും അനുഭവങ്ങളൊക്കെ അവരുടെ കണ്ണുകളിലുണ്ട്. കണ്ണുകൾ വേറൊന്നും അവർക്ക് പറയാനായിട്ടില്ല. എല്ലാം ഒന്നും അവർ ചിത്രം എടുത്ത് വെച്ചിട്ടില്ല, ഒരു പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാ ഒട്ടുമിക്ക സീരീസുകളും അതേപോലെ തന്നെ മട്ടാഞ്ചേരിയും. അപ്പോൾ പല ആൾക്കാരെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ മുഖം നമ്മളെ മനസ്സിലെടുക്കും. ഈ പ്രത്യേകിച്ച് സിനിമയൊക്കെ അങ്ങനെയാണല്ലേ, തുടരുമ്പോൾ ആ ഒരു മുഖം തന്നെയല്ലേ, അതേപോലെ മുഖങ്ങളാണ് എന്നെ എപ്പോഴും പിടിച്ചെടുത്തുന്നത്. അപ്പോൾ പിന്നെ അത് ചിത്രം എടുക്കുകയാണെങ്കിൽ അത് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അത് ചിത്രം എടുക്കും, എഴുതുകയാണെങ്കിൽ ആ മുഖത്തിനെ കുറിച്ച് എഴുതും. സ്വാഭാവികമായിട്ടും നാച്ചുറൽ പ്രോസസ്സാണ്. ഈ ഫ്രീലാൻസ് ആയിട്ടാണോ കൂടുതൽ ചെയ്യുക? അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ ചവിട്ടുനാടൊക്കെ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ അങ്ങ് ഇറങ്ങി അങ്ങ് ചെയ്യാൻ തോന്നും. പക്ഷെ ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എങ്ങനെയാ? പിന്നെ ഇത് കൊണ്ട് നമുക്കുണ്ടാകുന്ന സാമ്പത്തികമായി നമുക്ക് ഉണ്ടാവണമല്ലോ, അതെങ്ങനെയാ? പിന്നെ ഇതിൻ്റെ ഒരു പ്രദർശന വേദികൾ അതൊക്കെ എങ്ങനെയാ? അത് പലപ്പോഴും ഇതൊരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി എൻ്റെ ഈ വർക്ക് ചെയ്യൽ അത്ര നല്ല വഴിയല്ല. എന്താ വെച്ചാൽ പലപ്പോഴും ഇതിന് ഫണ്ടൊന്നും ചെയ്യാൻ ആരും ഉണ്ടാവില്ല. 1-2 തവണ മാത്രമാണ് ഫണ്ട് ചെയ്യപ്പെട്ടുള്ളത്. മറ്റേ നമ്മൾ ഇതിനുള്ള പാഷൻ കൊണ്ട് മാത്രം ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വരുമാന മാർഗം എന്നുള്ള രീതിയിൽ ഇതിനെ ഇല്ല. പിന്നെ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിലും എക്സിബിഷൻ നമുക്ക് ഫീ ഒന്നുമില്ല, വിദേശത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമാനം കിട്ടില്ല. പിന്നെ ചില സീരീസുകളൊക്കെ വിറ്റ് പോവാം. അതുകൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ ചിലപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ആഫ്റ്റർ ബിനാലെ ചിലപ്പോൾ എനിക്ക് കഴിയുന്നുണ്ട്. പക്ഷെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു ഫോട്ടോഗ്രാഫർ ഞാനൊക്കെ എടുക്കുന്ന ചിത്രങ്ങളുണ്ട്, പലരും എനിക്ക് ഇതേ വഴികൾ എനിക്കും യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എന്നോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറ. അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ള കാര്യം, നിങ്ങൾ വേറെ എന്തെങ്കിലും കൃത്യമായ വരുമാനം പണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി. ഞാൻ ആദ്യ സമയത്ത് ഞാൻ എന്താ പറയുക, ഈ ടെറാക്കോട്ട റിലീഫുകൾ അല്ലെങ്കിൽ അത്തരം, ഞാൻ ശില്പകലയല്ലേ പഠിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വർക്കുകൾ, പിന്നെ പെയിൻറ് ചെയ്യാറ്, ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫി, പ്രത്യേകിച്ച് ഈ പൊന്നാനി സീരീസൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ റവന്യൂ അതായിരുന്നു. ഇപ്പോഴാണ് ചിത്രങ്ങളൊക്കെ വിൽക്കാനും ഇപ്പോൾ അതിന് കുറേ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തൊക്കെ മ്യൂസിയങ്ങളും അല്ലെങ്കിൽ നല്ല കളക്ടേഴ്സും എല്ലാം വാങ്ങാറ്. എൻ്റെ സ്വിറ്റ്സർലൻഡിൽ അന്നാണ് എൻ്റെ ഈ മഞ്ജുക്കാർ, അദ്ദേഹമാണ് കളക്ട് ചെയ്തതും അത് പുസ്തകമാക്കിയതും. ക്രിസ്റ്റഫ് ഹോളിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കളക്ടറാണ്. പിന്നെ ചില മ്യൂസിയങ്ങൾ മഞ്ജുക്കാരൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിനാലേക്ക് അതിനുള്ളൊരു വേദി തുറന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ബിനാലെയാണ് കേരളത്തിലെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നിൽക്കാൻ, എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് നിൽക്കാനുള്ളൊരു അല്ലെങ്കിൽ ഒരു വഴി തുറന്നു തന്നത് ബിനാലെയാണ്. സ്വാഭാവികമായിട്ടും അത് കൃഷ്ണമാചാരി ബോസ് ആയാലും റിയാസ് കോമൊക്കെ ആയാലും അവർ രണ്ടുപേരും ആരംഭിച്ച അവർ തുറന്നു തന്ന ഒരു വഴി മറക്കാൻ പറ്റാത്തതാണ്. അതിലൂടെയാണ് പുതിയ തലമുറയില്ല എല്ലാവരും, ഒട്ടുമിക്ക ആൾക്കാർക്കും ലോകം ഇങ്ങോട്ട് വരികയല്ലേ, കൊച്ചിയിലേക്ക് വരികയല്ലേ. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ക്യൂറേറ്റേഴ്സ് ആയാലും പല ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ആർട്ട് ആസ്വദിക്കുന്ന ആൾക്കാരായിരിക്കാം, വൻ ആളുകളുണ്ട്, എത്രയോ മനുഷ്യർ, നമ്മളറിയാത്ത ആൾക്കാർ കടന്നു പോകുന്നു. ഫിലിം മേക്കേഴ്സ് ഉണ്ടാവും, ആർക്കിടെക്റ്റുകൾ ഉണ്ടാവും, മ്യൂസീഷ്യൻ, എല്ലാവരും വരികയല്ലേ. ഈ 3 മാസം ഭയങ്കര സമ്പന്നമായൊരു കേരളമായിരിക്കും കൾച്ചറലി. അങ്ങനത്തെ ചർച്ചകളും ഒക്കെ സജീവമായിട്ട്. ഈ ഒരു ആദ്യം പറഞ്ഞല്ലോ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു, പക്ഷെ ക്യാമറ എടുത്ത് പോകാൻ അത് തോന്നാറില്ല. ആ ക്യാമറ എടുത്തങ്ങ് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ എന്താ? അതെനിക്കറിയില്ല. അപ്പോൾ സംഭവിക്കുന്നൊരു മാജിക് എന്താണെന്ന് എനിക്കറിയില്ല. ക്യാമറ എടുത്ത് പോകുമ്പോൾ എൻ്റെ പരിമിതികൾ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആരെയും കാണാതെ പോയി ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനെ മറികടന്ന് മറ്റൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ക്യാമറ ആയിട്ട് പോകുമ്പോൾ. അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും കയറി ചെല്ലാനോ, ഒരു വാതിലുകളും എൻ്റെ മുന്നിൽ അടച്ചിട്ടില്ല, എല്ലാം തുറന്നിട്ടേ ഉള്ളൂ. അങ്ങനെ എവിടെ പോകുമ്പോഴും ക്യാമറ കരുതാറില്ല. അതിന് വേണ്ടിയുള്ള യാത്ര ആദ്യ സമയങ്ങളിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വളരെ പ്രധാനപ്പെട്ട സീരീസുകൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ക്യാമറ കരുതാറ്. അതിന് വേണ്ടി പോകുമ്പോഴേ കരുതാറുള്ളൂ. ഇപ്പോ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ലൊരു ഇമേജ് ഉണ്ടാവും, അങ്ങനെ ഞാനിപ്പോൾ എടുക്കാറില്ല. ഇപ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു വലിയൊരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്തു തുടങ്ങി. കുറച്ചുകൂടി അല്ല, വളരെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ വളരെ കരുതലോടെ ഗൗരവത്തോടെ പല മാറ്ററുകളും പറയപ്പെടേണ്ടതുണ്ടെന്ന് തോന്നി. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് പറയപ്പെടാതെ പോകും. അങ്ങനെ കുറേ സബ്ജക്റ്റുകൾ എൻ്റെ മനസ്സിൽ എനിക്ക് വന്ന് കിട്ടാറുണ്ട്, വീണ് കിട്ടാറുണ്ട്. ചിലപ്പോൾ അത് വായിച്ചിരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ ചില അടുത്ത് വന്നിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞൊരു കഥയിൽ നിന്നായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള ചില
കുറച്ചധികം സീരീസുകൾ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ എൻ്റെ മുന്നിൽ കിടക്കുമ്പോഴേ ചെയ്തു തീർക്കാൻ കിടക്കുമ്പോൾ അല്ലാത്ത ചിത്രങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ സഞ്ചരിക്കാറില്ല ക്യാമറയായിട്ട്. അപ്പോൾ ഒരു വിഷയം ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് പോലെ ഇറങ്ങുന്നത് അല്ലേ? ഓക്കെ. ഈ മോഹൻലാൽ ഇത്തരം പല വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണ് എന്ന് കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ക്യാമറ ഫോട്ടോ. അപ്പൊ നിങ്ങളെ ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? ഒരുപാട്. ലാലേട്ടന് എൻ്റെ കഥകൾ ഒരുപാട് ചോദിക്കും. ഷൂട്ടിംഗ് സമയത്ത് മിക്കവാറും ഞങ്ങൾക്ക് ഇടവേളകൾ ഒരുപാട് കിട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളെല്ലാം ഈ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ സഞ്ചാരങ്ങളും കഥകളുമാണ്. അത് ഷെയർ ചെയ്ത് അത് കേൾക്കാൻ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. ഫോട്ടോകൾ കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ സീരീസുകൾ പലതും കാണാറുണ്ട്. ലാലേട്ടൻ എൻ്റെ മഞ്ജുകാരെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. അദ്ദേഹം എനിക്ക് എഴുതി തന്ന കുറിപ്പുകൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. മാത്രമല്ല എല്ലാവരും ചവിട്ടുനാടകമായാലും ലാലേട്ടൻ അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാറുണ്ട്. ഞാൻ മറ്റ് പലവരിൽ നിന്ന് അറിയാറുണ്ട്. ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന, കേൾക്കാനും കാണാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുപാട് പെയിൻറ്റിങ്ങുകളും ശില്പങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കേരളത്തിലൊരു അറിയപ്പെടുന്ന ഒരു, അദ്ദേഹം പറയാറില്ലെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ആർട്ട് കളക്ട് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ലാലേട്ടൻ. അപ്പോൾ ഇത് ഭയങ്കര അനുഭവങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ സംഭാഷണം കൂടിയാണ്. ആ രീതിയിലാണ് എനിക്ക് ഈ അഭിമുഖം ഭയങ്കര സ്പെഷ്യൽ ആവുന്നത്. പ്രത്യേകിച്ച് ഇനിയും ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കാനും പറയാനൊക്കെ ഉണ്ട്. കാരണം അത്രയധികം മനുഷ്യരെ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടല്ലോ. വളരെ സന്തോഷം, വളരെയധികം നന്ദി. എനിക്കും സംസാരിക്കാൻ പറ്റുന്ന സന്തോഷം. തുടരും വലിയ ഹിറ്റ് ആവട്ടെ. മോഹൻലാലിന്റെ ഏത് സിനിമയും ഇറങ്ങുന്നതിന് മുമ്പേ ഹിറ്റാണെന്ന് ഉറപ്പിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബഹളം വെക്കുന്ന ആരാധകരുണ്ട്, അല്ലാതെ മോഹൻലാലിനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. മോഹൻലാലിൻ്റെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻറ്റ് ലുക്കിൽ കണ്ടാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പ്രതീക്ഷയോടും കൂടിയാണ് ആൾക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഗംഭീര സിനിമയാവട്ടെ. താങ്ക് യു സോ മച്ച്.